ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് സലാഹുദ്ദീൻ അദ്നാനുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഈ മലയാളി താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനിൽ നിന്നും സ്വന്തമാക്കിയത്. പക്ഷേ ഈ സീസണിൽ ഒരൊറ്റ മത്സരം പോലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പരിക്ക് കാരണമായിരുന്നു സലാഹുദ്ദീൻ പുറത്തായത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ചിത്രങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പരിക്കിൽ നിന്നും അദ്ദേഹം മുക്തനായിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്റ്റീവ് ബേസിൽ അദ്ദേഹം ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് അദ്ദേഹം ഇപ്പോൾ തനിച്ച് പരിശീലനം നടത്തുകയാണ്. പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കും, അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ബ്ലാസ്റ്റേഴ്സ് പുതുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഈ സമ്മറോട് കൂടി അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പുതിയ ഒരു കരാർ അദ്ദേഹത്തിന് ആവശ്യമായി വരികയാണ്. അതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ്. ഇനി മറ്റൊരു അപ്ഡേറ്റ് ആശിഷ് നേഗി നൽകിയിട്ടുള്ളതാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫിഫ വിൻഡോയിൽ അല്ലാതെ തങ്ങളുടെ താരങ്ങളെ ഇന്ത്യൻ ടീമിന് വിട്ടു നൽകില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ നിലപാടായിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത്. അതായത് ഫിഫ വിൻഡോക്ക് പുറത്തുള്ള സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ടീമിന് തങ്ങളുടെ താരങ്ങളെ വിട്ടു നൽകില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ടീമിനകത്ത് ഒരൊറ്റ ബ്ലാസ്റ്റേഴ്സ് താരം പോലും കളിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ ഡാനിഷ് ഫറൂഖ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. എന്നിരുന്നാലും ഭാവിയിലേക്കുള്ള തങ്ങളുടെ ഒരു നിലപാടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.